പാലക്കാട് ആലത്തൂർ തോണിപ്പാടത്ത് യുവതിയെ ഭർതൃവീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. റാവു പള്ളിയാപുരം കല്ലിങ്കൽ വീട്ടിൽ പ്രദീപിന്റെ ഭാര്യ നേഖയെയാണ് കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഭർത്താവ് പ്രദീപിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയാണ്. യുവതിയുടേത് തൂങ്ങി മരണമാണെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഇന്നലെ രാത്രി 10:30 മണിയോടെയാണ് നേഖയുടെ വീട്ടിലേക്ക് ഫോൺ കോൾ വരുന്നത്. യുവതി അബോധാവസ്ഥയിൽ കിടക്കുകയായിരുന്നു എന്നാണ് നേഖയുടെ മാതാവിനോട് ഭർത്താവ് പ്രദീപ് പറഞ്ഞത്. 12 മണിക്ക് അവൻ വിളിച്ചിട്ട് അമ്മ പാപ്പേ മയങ്ങി എന്ന് പറഞ്ഞിരിക്കണു. ഞാൻ ഇങ്ങനെയാണെന്ന് ഞാൻ വിചാരിച്ചില്ല. അവൻ എന്തിനാ കൊന്നു? അവന്റെ അടുത്തല്ലേ ചോദിക്കണ്ടേ? അവൻ എന്തിനു കൊന്നു? ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾക്ക് കഴുത്തിലെ വേണ്ട. ഈ പാവി കൊന്നിട്ട് കഴുത്തിലെ കുട്ടിനെ ആശുപത്രി കൊണ്ടുപോണ്ടേ? ആശുപത്രിയിലേക്ക് നേഖയുടെ കുടുംബം എത്തുമ്പോഴേക്കും ആശുപത്രി ജീവനക്കാർ വിവരമറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് എത്തി ഭർത്താവ് പ്രദീപിനെ കസ്റ്റഡിയിലെടുത്തിരുന്നു. പ്രദീപും ഭാര്യ നേഖയും തമ്മിൽ ഇടയ്ക്കിടെ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ടെന്ന് ബന്ധുക്കൾ. ഇതിനു മുമ്പ് ഇങ്ങനെ ശാരീരികമായിട്ടും മാനസികമായിട്ടും പീഡനങ്ങളുണ്ട് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മളത് ചെറിയ പ്രശ്നങ്ങളാണ് പറഞ്ഞിട്ട് കുറച്ച് ഇവിടെ വന്നിരിക്കലുണ്ടായിരുന്നു. അതേമാതിരി അവിടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കലില്ല. അങ്ങനെ പലതരം ബുദ്ധിമുട്ടുകളുണ്ടായി. പിന്നെ അത് പറഞ്ഞ് സോൾവ് ആക്കിയിട്ട് നമ്മൾ അവിടെ കൊണ്ട് വിട്ടിട്ടുണ്ട്. ഇങ്ങനെയൊരു ഇത് ചെയ്യുന്നത് നമ്മളൊരിക്കലും പ്രതീക്ഷിച്ചതായിരുന്നില്ല. യുവതിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. തൂങ്ങിമരണം തന്നെയാണെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പ്രാഥമിക വിവരം. കൂടുതൽ മൊഴികൾ രേഖപ്പെടുത്തിയതിനു ശേഷം പ്രദീപിനെതിരെ കേസെടുക്കാനാണ് ആലത്തൂർ പോലീസിന്റെ തീരുമാനം. 6 വർഷം മുൻപാണ് ഇവരുടെ വിവാഹം കഴിഞ്ഞത്. ഇവർക്ക് 2.5 വയസ്സുള്ള ഒരു മകളുമുണ്ട്. 24 പാലക്കാട്.